തേടിലൊരു പിടി പിടിച്ചാലോ? ദൃശ്യം തേടിലൊരു പിടി പിടിച്ചാലോ എന്ന്. തേട് ഞാൻ ഇറക്കുന്നുണ്ട്. അല്ല, തേടിന്റെ സ്ക്രിപ്റ്റ് ഞാൻ എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞൊക്കെയാണ്. അല്ല അമ്മാവ്, അത് പിന്നെ ജിത്തുബായത് എഴുതാനുള്ളൊരു എന്തൊരു പ്ലാനൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അല്ല, അതെന്താന്ന് വെച്ചാൽ ഷാജോനെ, ദൃശ്യം 1, 2 ഒക്കെ പുള്ളി ചെയ്തല്ലോ. പിന്നെ ഹിന്ദി, തമിഴ് എല്ലാം പുള്ളി തന്നെയല്ലേ ചെയ്തത്. ഈ ഒരു പടം എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ഒരു അവസരം മേടിച്ചൂടെ? അത് ചെയ്തതുകൊണ്ട് പുള്ളി ചെയ്തതിന്റെ ബാക്കി 3 നിങ്ങൾക്ക് ചെയ്യാൻ അവസരം വേണം. 3 എനിക്ക് ചെയ്യണം, ഞാൻ എടുത്ത്. പിന്നെ ഇതിലെന്ന് പറഞ്ഞാല് നമ്മുടെ സഹദേവൻ നിറഞ്ഞാട്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം, ശ്രമിക്കാം. ഒപ്പം കൂടെ കേശവനും. അതാരാ? ലാലട്ടനില്ലപ്പോ. അല്ല, അതിപ്പോ 1ലും 2ലും വന്നല്ലോ. അപ്പൊ തേർഡിലൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് സഹദേവനും കേശവനും കൂടെ പൊളിക്കുകയാണ്. അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജിത്തുവിനെ കേൾപ്പിച്ചു. ജിത്തുവിന്റെ അടുത്ത് ഞാൻ സ്ക്രിപ്റ്റായിട്ട് ഞാൻ ചെന്നു. ജിത്തുവിന്റെ അടുത്ത് ചെന്നു. ജിത്തുവിനോട് ചെന്ന് കഴിഞ്ഞ് ഞാനിത് പറഞ്ഞു, എൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എൻ്റെ ഫീൽഡിനെ ശിഥിലമാക്കാൻ കഴിയുന്ന ആ വ്യക്തിയെ ഞാൻ പറഞ്ഞു വിട്ടു. ഒറ്റ അടി കാരണം അടി കൊണ്ട് ഞാൻ മെല്ലെ നടന്ന് പോണ വഴിക്ക് തിരിച്ചെന്നെ വിളിക്കണേ പുള്ളി. ഇനിയും നീ സ്ക്രിപ്റ്റായിട്ട് വന്നാൽ ഒരിക്കലും തിരിച്ചറിയാത്ത ലോകത്തേക്ക് നിന്നെ പറഞ്ഞു വിടൂന്ന്. അതാരായാലും പറഞ്ഞു പോകാം.